ദിലീപിന്റെ കുടുംബവിശേഷം അറിയാൻ ആരാധകർക്ക് താല്പര്യം ഏറെയാണ്. കാവ്യയെയും മഹാലക്ഷ്മിയെയും മീനാക്ഷിയെയും കുറിച്ചെല്ലാം ദിലീപ് അഭിമുഖങ്ങളിൽ സംസാരിക്കാറുണ്ട്. ഇപ്പോഴിതാ കാവ്യയുടെ തിരിച്ചുവരവിനെക്കുറിച്ചും മക്കളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്കുമെല്ലാം മറുപടി നൽകുകയാണ് നടൻ. 90കളിലെ ദിലീപ് സിനിമകളുടെ ആരാധകർക്ക് അറിയാനുള്ള കാര്യങ്ങൾ എന്ന പേരിൽ മൈൽസ്റ്റോൺ മേക്കേഴ്സ് നടത്തിയ അഭിമുഖത്തിലാണ് നടൻ മനസ്സു തുറക്കുന്നത്. ഇതുവരെ ചെയ്ത സിനിമകളിൽ ഏറ്റവും നന്നായി ഡാൻസ് ചെയ്തു എന്ന് തോന്നിയ സിനിമ ഏതാണെന്നായിരുന്നു അഭിമുഖത്തിലെ ഒരു ചോദ്യം. മീശമാധവനിലെ ചിങ്ങമാസം എന്ന പാട്ടിന് ചുവടുവെച്ചതാണെന്നായിരുന്നു ദിലീപിന്റെ മറുപടി. CID മൂസയിലെ ചിലമ്പൊലിക്കാറ്റ്, പിന്നെ ചാന്തുപൊട്ടിലെ ഓമനപ്പുഴ പാട്ട്, അങ്ങനെ കുറെ തോന്നിയിട്ടുണ്ട് താരം പറയുന്നു. എപ്പോഴെങ്കിലും ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ സ്വന്തം സിനിമ തിയേറ്റേഴ്സിൽ എവിടെയെങ്കിലും പോയി റെസ്പോൺസ് നേരിട്ട് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോഴും പോകാറുണ്ടെന്ന് താരം പറഞ്ഞു. നമ്മുടെ തിയേറ്ററിലൊക്കെ സ്ഥിരമായിട്ട് ഞാൻ പോയിരുന്നു. ആൾക്കാരുടെ കൂടെ ഇരുന്ന് സിനിമ കണ്ടിട്ടുണ്ട്. പലരും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും നടൻ പറയുന്നു. ശരീര സൗന്ദര്യത്തിന് ജിമ്മിൽ പോകുന്ന ആളല്ല താനെന്നും ദിലീപ് വ്യക്തമാക്കി. സിനിമയ്ക്ക് ആവശ്യമാണെങ്കിൽ പോകും. പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ മടിപിടിച്ചിരിക്കുന്ന ആളാണ്. ഭക്ഷണകാര്യത്തിൽ അങ്ങനെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളൊന്നുമില്ല. തിരിച്ചു കടിക്കാത്ത എന്ത് ഭക്ഷണവും കഴിക്കും. വീട്ടിലിരിക്കുമ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാലുള്ള പ്രധാന ടെൻഷൻ ഉച്ചയ്ക്ക് കഴിക്കാൻ എന്ത് വേണമെന്ന ചോദ്യമാണ്. എന്താണ് വേണ്ടത് പെങ്ങളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ആശങ്കയായിരിക്കും. എന്ത് പറയുമെന്ന് തോന്നും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വൈകുന്നേരം അടുത്ത ചോദ്യം എത്തും, എന്താണ് രാത്രി കഴിക്കാൻ വേണ്ടതെന്ന്. ഇതിന് ഉത്തരം പറയുകയെന്നത് ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. മഹാലക്ഷ്മി ശരിക്കും ഒരു വെജ് മൂഡിലുള്ള ആളാണ്. ആള് ചോറ് തൈരിന്റെ ആളാണ്. ജങ്ക് ഫുഡ്സിനോട് ചെറിയ താല്പര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ പാസ്തയൊക്കെ ഇഷ്ടമാണ്. എന്നാലും ബിരിയാണി ആണെങ്കിലും തൈര് വേണം എന്ന് പറയുന്നത് പോലെയുള്ള ഒരാളാണ്. പിന്നെ മീനാക്ഷി എല്ലാ ഭക്ഷണവും കഴിക്കും. മഹാലക്ഷ്മി ബബ്ബയുടെ ഫസ്റ്റ് ടീസർ കണ്ടപ്പോൾ ഓടിവന്ന് കെട്ടിപ്പിടിച്ചിട്ട് അച്ഛാ സൂപ്പർബ് എന്ന് പറഞ്ഞു. സിനിമയെക്കുറിച്ച് കമന്റ് ചെയ്യാറൊന്നും ആയിട്ടില്ല. പക്ഷെ ഞാനൊരു സിനിമാ നടനാണെന്ന് അവൾക്കറിയാം. നമ്മൾ വേറെ ഹീറോയിനെ ഒക്കെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്ന സമയത്ത് പുള്ളി കാവ്യയോട് പറയും, അമ്മയോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ എന്ന് ചിരിച്ചുകൊണ്ട് ദിലീപ് പറഞ്ഞു. മലയാളത്തിലെ മികച്ച ജോഡികളായിരുന്നു കാവ്യയും ദിലീപും. വിവാഹത്തിന് ശേഷം കാവ്യ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഇരുവരും കൂടിയുള്ള സിനിമ എന്നുണ്ടാകുമെന്ന കാത്തിരിപ്പിലാണ് അവരുടെ ആരാധകർ. അങ്ങനെയൊരു പ്രൊജക്ട് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കുറെ ആൾക്കാർ വന്നിട്ട് അങ്ങനെയൊരു സംഭവം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമ ചെയ്യും എന്നും അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞു. ജീവിതത്തിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോകുന്ന ഒരാളാണ് ഞാൻ. 101% ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്റെ കൊച്ചു കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. വലിയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ തലവേദന എന്തായിരിക്കും? അവരുടെ കീഴിൽ ലക്ഷക്കണക്കിന് ജോലിക്കാരുണ്ടാകും. അതൊക്കെ നോക്കി നടത്താൻ നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒന്നും ചെയ്യാത്ത നമുക്ക് തന്നെ ഇരിക്കപ്പുറതിയില്ല. മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഞാൻ ശാന്തനായിട്ടിരിക്കുന്നത്. എന്നേക്കാൾ എത്ര പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കൂൾ. ശാന്തമായിട്ട് ഇങ്ങനെയൊക്കെ ജീവിക്കുക, പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് എന്നും താരം വ്യക്തമാക്കി.